ഇസ്ലാം അതിൻ്റെ തനതായ വിശ്വാസം നിലനിർത്തിപ്പോരുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ നേരിട്ട വെല്ലുവിളികൾക്ക് കണക്കൊന്നുമില്ല. ഇസ്ലാമിന്റെ പ്രാരംഭ ഘട്ടത്തിൽ ഉണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാം. ശേഷം അഇമ്മ അർബഅ, 4 മദ്ഹബിന്റെ ഇമാമുകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ, ആദർശം പറഞ്ഞതിന്റെ പേരിൽ പലരും ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട്. ചാട്ടുപാടുകൾ കൊണ്ട് അടികൊള്ളേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ, മത നേതാക്കൾ എക്കാലവും ശത്രുക്കളുടെ ആക്രമണങ്ങൾക്ക് വിധേയമായി അവരുടെ കെണിവലകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും തേടി പ്രവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ചരിത്ര യാഥാർത്ഥ്യം നമ്മെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ SSFന്റെ സമ്മേളന പ്രമേയം സാമ്രാജ്യശക്തിയെ വിസമ്മതിക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു ഭൗതിക മുദ്രാവാക്യമാണ്, ആത്മീയതയിലേക്ക് നയിക്കുന്ന മുദ്രാവാക്യമല്ല എന്നുവരെ പറയുന്ന വിവരമില്ലാത്തവർ ഇവിടെ ഉണ്ട്. വാസ്തവത്തിൽ മനുഷ്യനെ, മുസ്ലിം സമുദായത്തെ ആത്മീയതയിൽ നിന്ന് അടർത്തിയെടുത്തതും മുഴുവനും സാമ്രാജ്യ ശക്തികൾ, വൈദേശിക അധിനിവേശ ശക്തികൾ മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവരടങ്ങിയിരിക്കുകയില്ല. വലൻ തർളാ അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇസ്ലാമിന്റെ എതിർശക്തികൾ ഒരിക്കലും പൊരുത്തപ്പെടുകയില്ല നബിയേ. ഹത്താ തത്തബിഅ മില്ലതഹും, അവരുടെ മാർഗത്തോട് തങ്ങൾ അനുഗമിക്കുന്നത് വരെ അവർ പൊരുത്തപ്പെടുകയില്ല. എക്കാലവും അവർ മുസ്ലിം സമുദായത്തെ അവരുടെ മതത്തിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നവരാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. അതല്ലേ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈയിടെ സൈറ്റ് തുറന്നു നോക്കുമ്പോൾ ഒരിക്കൽ കാണാൻ കഴിഞ്ഞത് വിശുദ്ധ ഖുർആനിന് പകരമായി ജൂതന്മാർ ഖുർആൻ എന്ന പേരിൽ ഒരു കൃതി ഉണ്ടാക്കുകയാണ്. ഇന്നും അത് സൈറ്റിൽ കിടന്ന് ലോകം മുഴുക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു, വായിച്ചുകൊണ്ടിരിക്കുന്നു. നാം അതേ സൈറ്റുകളിലൂടെ വെല്ലുവിളി നടത്തി പരിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു സൂറയോട് കിടപിടിക്കുന്ന സൂറ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന ഖുർആനിന്റെ വെല്ലുവിളി
1400 കൊല്ലങ്ങൾക്ക് മുമ്പ് സയ്യിദുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഇന്നും നിലനിൽക്കുന്നു എങ്കിൽ ആ വെല്ലുവിളി ഞങ്ങൾ ആവർത്തിക്കുകയാണ്. നിങ്ങൾക്ക് കഴിയുമോ എന്ന് നാം ഇന്റർനെറ്റിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും അവരോട് ചോദിച്ചു എങ്കിൽ മറുപടിയില്ലാതെ അവരുടെ പ്രവർത്തനം അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ നോക്കൂ, അറബ് രാഷ്ട്രം മുഴുവനും ഇന്ന് ചുട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈമാനിന്റെ ഒരംശമുള്ളവർ മുഴുവനും ഇന്ന് ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് എടുത്ത വാർത്തയും ഫോട്ടോവുമാണ്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് യൂറോപ്യൻ നാടുകളിൽ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച ഫോട്ടോകൾ, രണ്ട് സ്ത്രീകളെ കെട്ടിപ്പൂട്ടി വെച്ചുകൊണ്ട് സ്ത്രീകളെ രണ്ടും ഇടതും വലതും വെച്ച് അല്ലാഹുവിന്റെ ഹബീബിനെ ഏറ്റവും വലിയ വികലമായ സൂറത്തിലൂടെ അവതരിപ്പിച്ചിട്ട് സ്ത്രീ സമൂഹത്തെ അടുക്കളപ്പുഴുക്കളാക്കി മാറ്റുന്ന ഒരിക്കലും മനുഷ്യത്വമല്ലാത്ത നയമാണ് മുഹമ്മദ് ഇവിടെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് യൂറോപ്യൻ നാടുകളിലെ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിനെതിരായി അറബ് നാട് മുഴുവനും വളരെ ശക്തമായി ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗദി രാജാവ് അതിനെതിരായി പ്രസംഗിക്കുന്ന ഫോട്ടോ, അതുപോലെ ലോകത്തുള്ള പണ്ഡിതന്മാർ മുഴുവനും അതിനെതിരായി ശബ്ദിക്കുന്ന ശബ്ദങ്ങളും ഇന്ന് പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് സൈറ്റുകളിൽ നമുക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ പറഞ്ഞ ശുപാർശ പാസാക്കി നടപ്പിൽ വരുത്തി എന്ന് പറഞ്ഞു ആഹ്ലാദ പ്രകടനം നടത്തുന്ന കൂട്ടരെ ഇവിടെ ന്യൂനപക്ഷത്തെ കുടിച്ചു മൂടാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിനെതിരായി ചടകുളഞ്ഞെഴുതിയിട്ട് അക്കാര്യം ഏറ്റെടുക്കാൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ചുളക്കത്തികൾ തയ്യാറാകുന്നു. അതിന് തയ്യാറാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? ഇവിടെ എനിക്ക് ഒരു ഗവൺമെന്റ് ജോലി വേണ്ട, എന്റെ മകന് ഗവൺമെന്റ് ജോലി വേണ്ട, എന്റെ സഹോദരന് ഗവൺമെന്റ് ജോലി വേണ്ട. ഈ ഇരിക്കുന്ന അരിമീങ്ങൾക്കെല്ലാം അവരുടെ മക്കൾക്ക് ഗവൺമെന്റ് ജോലി കൊടുക്കാനല്ല അവർ പറയുന്നത്. സുന്നി വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചപ്പോഴും ആധുനികവും ശാസ്ത്രീയവുമായ രീതിയിൽ അതിന്റെ പാഠ്യ പദ്ധതികളും പുസ്തകങ്ങളും ഒക്കെ രചിച്ചപ്പോൾ അക്രമങ്ങൾ അഴിച്ചുവിട്ട് പോലീസിനെ ഉപയോഗപ്പെടുത്തി എല്ലാ എതിർപ്പുകളും നടത്തിയിട്ട് കേരളത്തിൽ 50 കൊല്ലം കൊണ്ട് സാധിച്ചെടുക്കാൻ മറുഭാഗത്തിന് കഴിഞ്ഞ അത്രയും 10 കൊല്ലം കൊണ്ട് നേടിയെടുക്കാൻ ഇവിടുത്തെ സുന്നത്തിന്റെ മഹത്തിന് കഴിഞ്ഞു. പോരാ, അതിന്റെ അപ്പുറത്ത് ഇന്ന് നിങ്ങൾ പോയി നോക്കൂ. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ഏറ്റവും വലിയ ഓഫീസ് ന്യൂഡൽഹിയുടെയും ഓൾഡ് ഡൽഹിയുടെയും ഒത്തുചേരുന്ന സ്ഥലത്ത് ദറിയാഗഞ്ച് ഔറംഗസീബ് രാജാവിന്റെ മകൾ സീനത്ത് ബീവി നിർമ്മിച്ച പള്ളി, ആ പള്ളിയുടെ തൊട്ടടുത്ത അതിവിശാലമായ കെട്ടിടം ഇന്ന് നമ്മുടെ കൈവശത്തിലാണ്.
ആ കെട്ടിടത്തിൽ നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ അഖിലേന്ത്യാ വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസ് പ്രവർത്തിക്കുകയാണ്, സ്ഥാപനം പ്രവർത്തിക്കുകയാണ്. ആ വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്ക് ഞങ്ങൾ പല സ്ഥലത്തും അംഗീകാരം നേടിക്കഴിഞ്ഞു. എന്തിനേ പറയുന്നു, മോഡിനെ കൊണ്ട് ഞങ്ങൾ ഒപ്പുവെപ്പിച്ചില്ലേ? ഗുജറാത്തിലെ മോഡിനെ കൊണ്ട് ഒപ്പുവെപ്പിച്ചു. എന്താ മോഡിനെ കൊണ്ട് ഇതിനാ ഒപ്പുവെപ്പിക്കുന്നത്? കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും മദ്രസ പാഠപുസ്തകം ഗവൺമെന്റ് അംഗീകരിക്കേണ്ടതില്ല. എന്നാൽ ഗുജറാത്തിലും യുപിയിലും ബീഹാറിലുമൊക്കെ ഗവൺമെന്റ് അംഗീകരിക്കണം. മദ്രസകളിൽ വെച്ചാണ്, സ്കൂളുകളിൽ വെച്ചാണ് മദ്രസ പാഠം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് അംഗീകരിക്കണം. വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി കൂടിയായ AK അബ്ദുൽ ഹമീദ് സാഹിബ്, ഞാനും അദ്ദേഹവും ഗുജറാത്തിൽ അവിടെ മുഴുവൻ മദ്രസകളുടെ മാനേജ്മെന്റും അധ്യാപകരും ഒരുമിച്ച് കൂടുന്ന ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തു. ഞങ്ങളത് വിശദമായി അവർക്ക് പഠിപ്പിച്ചു. എന്നാൽ പിന്നെ ഗുജറാത്തിൽ മുഴുവനും നമ്മുടെ പുസ്തകം അംഗീകരിക്കാം എന്നവർ തീരുമാനിച്ചു. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്ക് മദ്രസകളിൽ അംഗീകരിക്കാനുള്ള, പഠിപ്പിക്കാനുള്ള അനുമതി വേണം. മോഡിയുടെ ഒപ്പ് തരാമെങ്കിൽ ബീഹാർ ഗവൺമെന്റിന്റെ ഒപ്പ് നമുക്ക് ലഭിച്ചു എങ്കിൽ, ഒറീസയിൽ നമുക്ക് ഒപ്പ് ലഭിച്ചു എങ്കിൽ, ഈ കേരളത്തിലെ ഗവൺമെന്റ് ഇങ്ങനെ കളിപ്പിച്ച് നമ്മളെ പുറന്തള്ളുകയാണെങ്കിൽ ആ പരിപ്പ് ഇനി ഇവിടെ പോല. അത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ തമാശ പറയുന്നതല്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾക്ക് കക്ഷിയില്ല. ഈ എന്റെ പ്രസംഗം കേൾക്കുന്ന രാഷ്ട്രീയക്കാരും എല്ലാവരും മനസ്സിലാക്കണം, ഞങ്ങൾക്ക് ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ സമുദായത്തിന് ഗുണം ചെയ്യാം. ഞങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ മുസ്ലിംകൾ മാത്രമല്ല, ഞങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ മുസൽമാനും ക്രൈസ്തവനും ഹൈന്ദവനും ജൈനനും ബുദ്ധനും ആര് കടന്നു വന്നാലും ഞങ്ങളുടെ സ്കൂളുകളിൽ ഞങ്ങൾ പ്രവേശനം കൊടുക്കുന്നുണ്ട്. ജനറൽ സ്വഭാവമാണ് ഞങ്ങളുടെ സ്കൂളിന്റെ സ്വഭാവം. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അംഗീകാരം തന്നുകൂടാ? അപ്പോൾ ഇവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് വളർന്നുകൂടാ? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ, മതസ്ഥാപനങ്ങൾ കുറച്ചൊക്കെ വളർന്നാലും മതഭൗതിക വിദ്യാഭ്യാസം ഒന്നായി സംയോജിപ്പിക്കുന്ന ആളുകൾ ഇവിടെ വളർന്നുകൂടാ എന്ന ചിന്തയാണ് അതിൽ നിന്ന് ഉടലെടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് തന്നെയാണ് ഇപ്പോൾ നരേന്ദ്ര കമ്മീഷന്റെ റിപ്പോർട്ടിലൂടെയും അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. മുസൽമാന്മാർക്ക് വേണ്ട, ഇമാം നബി പഠിപ്പിക്കാത്ത, ഇമാം മുത്താലി പഠിപ്പിക്കാത്ത, ഇമാം റാഫി പഠിപ്പിക്കാത്ത ഒരു വിഷയം നമുക്ക് കാണാൻ സാധ്യമല്ല. അതെല്ലാം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പഠിച്ചതാണ് എങ്കിൽ ആ ഇമാം ഷാഫി തങ്ങൾ പഠിക്കാത്ത, അവിടുന്ന് പറയാത്ത ഒരു ഭൗതികവും അഭൗതികവും ഒറ്റ കാര്യവും ഇവിടെ ഇല്ല എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ആലിമ്യങ്ങൾ നന്നായി പഠിക്കണം. ഇന്ന് യൂറോപ്യൻ നാട്ടിൽ പത്രങ്ങളിൽ വരികയും അതിനെ എതിർക്കാൻ അറബ് രാഷ്ട്രം തന്നെ മുമ്പോട്ട് വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരവസരത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ റൗള ശരീഫും അവിടുത്തെ പച്ചക്കുപ്പയും തച്ചുടക്കണമെന്ന് പറഞ്ഞ ബിദ്ഈ പ്രസ്ഥാനക്കാരൻ നമ്മുടെ കേരളത്തിലുണ്ട്. അവരാണ് അല്ലാഹുവിന്റെ റസൂലിനെ ആദ്യമായി നിസ്സാരപ്പെടുത്തി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്.
സൽമാൻ റുഷ്ദിയും അതുപോലുള്ള ആളുകൾ പറയുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞവർ ഇവിടുത്തെ കേരളത്തിലെ വഹാബികളും കേരളത്തിലെ മൗദൂദികളും കേരളത്തിലെ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. SSFന്റെ വിദ്യാർത്ഥികളോട്, എൻ്റെ കരളിന്റെ ഘട്ടങ്ങളായ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, കുട്ടികളെ കൃത്യമായി നിങ്ങൾ നിസ്കരിക്കുക, ജമാഅത്തായി തന്നെ നിസ്കരിക്കുക. പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്ന മനുഷ്യന് വലിയ നേട്ടങ്ങളുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സാധാരണ മനുഷ്യന്റെ കഥ ഞാൻ ചിന്തിക്കുന്നു. ഒരു സാധാരണ മനുഷ്യനായിരുന്നു ഒരാൾ. അദ്ദേഹം ജമാഅത്ത് ഒഴിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. വ്യക്തമായി തന്നെ പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ പിതാവ് ഇത് പറയട്ടെ, അദ്ദേഹം ജമാഅത്ത് ഒഴിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല ജീവിതത്തിൽ. എല്ലാ സമയത്തും ജമാഅത്തിന് പോകും. എന്നിട്ട് അദ്ദേഹത്തിനുണ്ടായ ഒരു ഗുണം ഞാനിങ്ങനെ ആലോചിച്ചു. മരിക്കുന്ന ദിവസം മർക്കസ് സഖാഫത്തി സുന്നിയുടെ ഹോസ്പിറ്റൽ പൂനൂരിൽ, മദീനത്തുള്ള ഹോസ്പിറ്റൽ കിടക്കുന്നു. ഞാനും അവയനത്ത് തങ്ങളും രാത്രി മഗ്‌രിബിന് ശേഷം അവിടെ എത്തിയപ്പോൾ ഞങ്ങളോട് പറയുന്നു, നിങ്ങൾ രണ്ടാളും വരാൻ കാത്തിരിക്കുകയാണ്. എന്നെ മഗ്‌രിബിന് തന്നെ ഇവരൊക്കെ പറഞ്ഞേക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ നിങ്ങൾ രണ്ടാളും വരാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് മരിച്ചുപോയി. എന്താണ് ഇതിന് കാരണം? ജീവിതത്തിൽ ജമാഅത്തായി നിസ്കരിക്കുന്ന ഏറ്റവും വലിയ പതിവുള്ള വ്യക്തിയായിരുന്നു. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സഹോദരൻ മരിച്ചു. അദ്ദേഹത്തിന്റെയും സ്ഥിതി അത് തന്നെ. മരിക്കുന്നതിന്റെ 5 മിനിറ്റ് മുമ്പ് എല്ലാ കുടുംബങ്ങളെയും വിളിച്ചു വരുത്തി വസിയത്ത് ചെയ്ത് ഞാൻ മരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉച്ചത്തിൽ പറഞ്ഞു മരിച്ചുപോയി. കാരണം അദ്ദേഹം ജമാഅത്ത് ഒഴിക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ SSFന്റെ വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, നിസ്കരിക്കുന്നത് ജമാഅത്തായി തന്നെ നിസ്കരിക്കാൻ നിങ്ങൾ ഉത്സാഹിക്കണം. നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു 7 വയസ്സായ സമയത്ത് പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും ഇമാം മാലിക് തങ്ങളുടെ മുവത്ത മനഃപ്പാഠമാക്കുകയും ചെയ്തിട്ട് ഇമാം മാലിക് തങ്ങളുടെ അടുക്കൽ പഠിക്കാൻ പോയ ചരിത്രം നിങ്ങൾ കേട്ട് കാണും. 7 വയസ്സ് മാത്രം. ആ സമയത്ത് രാത്രി ഒരൽപ്പം വെള്ളം കിടക്കുന്ന കട്ടിലിന്റെ ചുവട്ടിൽ വെച്ചു. സുബഹിയായപ്പോൾ വെള്ളം ഉപയോഗിച്ചിട്ടില്ല. ശാഫി ഇമാം രാത്രി നിസ്കരിച്ചിട്ടില്ല എന്നർത്ഥം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അത് കണ്ട ഉടനെ തന്നെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് മുതഅല്ലിമുൻ യത്റുകു തഹജ്ജുദ, ഒരു മുതഅല്ലിം തഹജ്ജുദ് ഉപേക്ഷിക്കുകയോ എന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ ഗുരുനാഥന്റെ ആ വാക്ക് എൻ്റെ നെഞ്ചിലേക്ക് തറച്ചുപോയി, അമ്പ് തറച്ചതുപോലെ തറച്ചുപോയി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൗത്തിന്റെ രാത്രി പോലും തഹജ്ജുദ് നിസ്കരിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ സുന്നത്ത് നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, മറ്റുള്ള നിസ്കാരം, ഇതിലൊക്കെ SSF വിദ്യാർത്ഥികളെ നിങ്ങൾ മാതൃകയാവണം. ഞാനും നിങ്ങളും മാതൃകയാവണം. അല്ലാഹുവിന് വഴിപ്പെടണം. നമ്മൾ ചെയ്യാത്ത കാര്യം ജനങ്ങളോട് പറഞ്ഞാൽ അത് ജനങ്ങളിൽ ഫലപ്രദമാവുകയില്ല. അതുപോലെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നാം പൂർണ്ണമായും മുക്തമാവാതെ തെറ്റ് ചെയ്യരുതെന്ന് മറ്റുള്ളവരോട് പറഞ്ഞാൽ അത് ഫലിക്കുകയില്ല. അതുകൊണ്ട് നാം അല്ലാഹുവിനെ ഭയപ്പെടുക, രഹസ്യമായും പരസ്യമായും അല്ലാഹുവിനെ ഭയപ്പെടുക, അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുക. പൊതുജനങ്ങൾക്ക് വേണ്ടി
നമ്മുടെ പ്രവർത്തനം ശക്തമാക്കുക, നമ്മുടെ യൂണിറ്റുകൾ ശക്തമാക്കുക. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും എന്താണ് എന്ന് നിങ്ങൾ പഠിക്കണം. മറുകക്ഷികൾ ഒന്നും പഠിക്കാതെ എന്തോ ചില 1, 2, 4 ചോദ്യങ്ങളും അതിന്റെ മറുപടികളും മാത്രം പറഞ്ഞുകൊണ്ട് അവർ സുന്നികളെ കബളിപ്പിക്കുന്നുവെങ്കിൽ അതിൽ നമ്മുടെ ജനങ്ങൾ പെട്ടുപോകാതിരിക്കാൻ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് SYS-ന്റെയും SSF-ന്റെയും പ്രവർത്തകർക്ക് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ ഉത്സാഹിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണമെന്ന് അവസാനമായി പറഞ്ഞു ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. വസല്ലിമു തസ്ലീമ പറയാൻ സമയമില്ല. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിന്റെ മഹത്വം മലായികത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, അറിയിച്ചു കൊടുക്കാൻ വേണ്ടി, എല്ലാവർക്കും അറിയിച്ചു തരുന്നതിന് വേണ്ടി മലക്കുകളോട് സുജൂദിന് വേണ്ടി കൽപ്പിച്ചു. എന്നാൽ ആ സുജൂദിൽ അല്ലാഹുവിന് പങ്കുചേരാൻ നിവൃത്തിയില്ല, അല്ലാഹുവിന് അതിൽ പങ്കാളിയാവാൻ പറ്റില്ല. അതേ സമയം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു നിശ്ചയിച്ചതാണ് സ്വലാത്ത്. ആ സ്വലാത്തിൽ അല്ലാഹു തആലയും പങ്കുചേരുന്നു. ഇതിന്റെ ഗൗരവം ചെറുതല്ല, വളരെ വലുതാണ്. ഞാൻ നിർത്തട്ടെ. ഞാൻ മർക്കസ് സഖാഫത്തി സുന്നിയിൽ ഒരാൾ വരുന്ന സമയത്ത് എയർപോർട്ടിലേക്ക് പോയി കൂട്ടിക്കൊണ്ടുവരാൻ ഒരു സാധാരണ ഡ്രൈവറെയും ഒരു വ്യക്തിയെയും അയച്ചു കൂട്ടിക്കൊണ്ടുവരുന്നു. മറ്റൊരു വ്യക്തി വരുമ്പോൾ ഞാൻ തന്നെ പോകുന്നു, അവിടുത്തെ ഉസ്താദുമാര് പോകുന്നു. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ എന്ന പോലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് അല്ലാഹു തആലയും അവന്റെ കോടാനുകോടി മലക്കുകളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും ചെയ്യണമെന്ന് പറയുമ്പോൾ ആ സ്വലാത്തിന്റെ മഹത്വം ചെറുതല്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹത്വം ചെറുതല്ല. അല്ലാഹുവിന്റെ ഹബീബിനെ അതാ ഏത് നാട്ടുകാരനും അപഹസിക്കാൻ നോക്കിയാലും, ഏത് യൂറോപ്യൻ വന്നാലും, ഏത് ഇന്റർനെറ്റ് വന്നാലും അല്ലാഹുവിന്റെ റസൂലിനെ ഇടിച്ചു താഴ്ത്താൻ ഇവിടെ ഒരാൾക്കും സാധ്യമല്ല. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വത്തഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ നജമി. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങളും അവിടുത്തെ കഴിവുകളും പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പോയി അതിൻ്റെ ഒരു ചെറിയ ഭാഗത്തേക്ക് പോലും എത്താൻ ലോകത്തിന് സാധ്യമല്ല. മനസ്സ് ശുദ്ധിയാവാനാണ്, അമലുകൾ ശുദ്ധിയാവാൻ, അതിനുവേണ്ടിയാണ് തരീഖത്ത്. ഈ തരീഖത്തിൽ ചേർന്ന ഉടനെ ആലിമീങ്ങൾക്കൊന്നും തിരിയില്ല എന്ന് പറഞ്ഞ് ആലിമീങ്ങളെ ചീത്ത പറയുന്ന തരീഖത്തല്ല. അതുകൊണ്ട് അത്തരം കള്ള തരീഖത്തുകളിലോ കള്ള ശൈഖുമാരുടെ പിന്നിലോ പെട്ടുപോകാതിരിക്കാൻ ഒരു മുറബ്ബിയായ ശൈഖിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ശൈഖാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ എന്ന് മഹാന്മാർ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാം എല്ലാ ദിവസവും കഴിവിന്റെ പരമാവധി സ്വലാത്ത് വർദ്ധിപ്പിക്കണം. മഹബ്ബത്തുർ റസൂൽ കുട്ടികളെ നിങ്ങൾ വർദ്ധിപ്പിക്കുക. قل إن كنتم تحبون الله فاتبعوني يحببكم الله. അല്ലാഹുവിനെ നിങ്ങൾ പ്രിയം വെക്കുന്നുവെങ്കിൽ അല്ലാഹുവിനെ പ്രിയം വെക്കാതെ കഴിയില്ല. മഹബ്ബത്തിന്റെ അസ്ബാബുകൾ മുഴുവനും
റാത്തിയായ നിലക്ക് തന്നെ അല്ലാഹുവിലുണ്ട്. ആ അല്ലാഹുവിനെ പ്രിയം വെക്കാതെ കഴിയില്ല. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മുഅ്മിനീങ്ങളായ ആളുകൾ അല്ലാഹുവിനെ അങ്ങേയറ്റം പ്രിയം വെക്കുന്നവരാണ്. കാരണം ഹുബ്ബിന്റെ അസ്ബാബുകളായ ജമാലും കമാലും ഇഹ്സാനും അതെല്ലാം റാത്തിയായ നിലക്ക് തന്നെ അല്ലാഹുവിലുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കാൻ സാധ്യമല്ല. അതേ സമയത്ത് തന്നെ അല്ലാഹുവിന്റെ മഖ്ലൂക്കുകളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും അധികം ആ പറയപ്പെട്ട കാരണങ്ങൾ കമാലും ജമാലും ഇഹ്സാനും അതാഇയായ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത നിലക്ക് ഏറ്റവും പരിപൂർണമായി ഉള്ളത് അല്ലാഹുവിന്റെ ഹബീബിലാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഹബീബിനെ പ്രിയം വെക്കുക. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ പ്രിയം വെക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് നബിയെ പ്രിയം വെക്കുമല്ലോ. അല്ലാഹുവിന്റെ ഹബീബിനെ പ്രിയം വെക്കുമ്പോൾ നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനോട് തുടരണം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് SSFന്റെ വിദ്യാർത്ഥികളോട്, SYSന്റെ വിദ്യാർത്ഥികളോട്, യുവാക്കളോട് എല്ലാം എനിക്ക് പറയാനുള്ളത് മഹബ്ബത്തുർ റസൂൽ നമ്മുടെ ഹൃദയത്തിൽ ഊട്ടിയുറപ്പിക്കണം. എപ്പോഴും SSF സിന്ദാബാദ് എന്ന് 3 വട്ടം വിളിച്ച് നിങ്ങൾ നിർത്തുമ്പോൾ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരു സലാത്തോട് കൂടി നിങ്ങൾ നിർത്തുക. SSF സിന്ദാബാദ്, SSF വളരട്ടെ എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ ഒരു സലാത്ത് അല്ലാതെ നിങ്ങൾ നിർത്തണ്ട. നിങ്ങൾ തുടങ്ങുമ്പോഴും നൃത്തത്തിലും എല്ലാ സമയത്തും റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക, റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിക്കുക. അതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത്, അതാണ് ദീനുൽ ഇസ്ലാം. അത് തന്നെയാണ് ഇവിടെ SSFും SYSും നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും ഉയർത്തിപ്പിടിക്കുന്നത്. അതിനെതിരായിട്ടാണ് സാമ്രാജ്യ ശക്തികൾ ഇവിടെ പ്രവർത്തിച്ചത്. അതിനെതിരായാണ് അധിനിവേശ ശക്തികൾ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രമേയം ആത്മീയത നിറഞ്ഞത് തന്നെയാണ്. ആത്മീയതക്കെതിരല്ല. SSFന്റെ പ്രമേയം, SYSന്റെ പ്രമേയവും ഇൻഷാ അല്ലാഹ് ഇത് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ ആത്മീയ നിറഞ്ഞത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി നിങ്ങളെല്ലാവരും അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രചാരകരും പ്രവർത്തകരും ആവണം.